ഹായ് നമസ്കാരം, ഭദ്രികയിലേക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. നമുക്ക് കാണാം പാപനാശിനിയുടെയും മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെയും കാഴ്ചകൾ. വയനാടിൻ്റെ നീലപർവ്വതങ്ങൾക്കിടയിൽ തിരുനെല്ലി മഹാക്ഷേത്രത്തിൻ്റെ പാതകളിലൂടെ ഒഴുകുന്ന പരിശുദ്ധ ജലധാരയാണ് പാപനാശിനി. ബ്രഹ്മഗിരിയുടെ കാടുമൂടിയ കുന്നുകളിൽ ജനിച്ച ഈ ശാന്തനദിക്ക് മനുഷ്യൻ്റെ പാപഭാരം കഴുകി മായ്ക്കാനുള്ള ദൈവിക ശക്തി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് തലമുറകളുടെ വിശ്വാസം. ഐതിഹ്യം പറയുന്നു, തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച ബ്രഹ്മാവിന് സത്യധർമ്മത്തിൽ നടക്കുന്ന ജീവജാലങ്ങൾക്കായി പാപനാശന ശക്തി വിഷ്ണു തന്നെ വരമായി നൽകിയെന്നാണ്. മറ്റൊരു ഐതിഹ്യം, അമൃതകുംഭവുമായി പറന്നുയർന്ന ഗരുഡന്റെ ചിറകു തഴഞ്ഞപ്പോൾ വീണ അമൃതത്തുള്ളികൾ മണ്ണിൽ ചാലിച്ചു വളർന്നതാണ് ഈ പുണ്യനദിയെന്നാണ് ജനവിശ്വാസം. മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്കുള്ള പിതൃകർമ്മങ്ങൾ നടത്തുന്ന ശാന്തപുണ്യ ഭൂമിയാണ് പാപനാശിനിയുടെ പിന്നപ്പാറ. പുഴയുടെ ശബ്ദം തന്നെ മന്ത്രോച്ചാരണമായി തോന്നി ആ നിമിഷങ്ങളെ കൂടുതൽ ദിവ്യമാക്കും. അവസാനം കാളിന്തിയിലേക്ക് ലയിക്കുമ്പോൾ ഈ നദിയുടെ പുണ്യം അലിയടിച്ചു പടരുന്നു. കാശിയിലെ ഗംഗാ സരസ്വതി സംഗമത്തെ പോലെ ഒരു ദൈവിക സംയോജനം ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു.